അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ഞാനുമുണ്ട് നമ്മുടെ മെയിൻ വീഡിയോഗ്രാഫർ ജോബിൻ ജെയിംസ്. നമ്മൾ നമ്മുടെ നീണ്ടൂരത്ത് നമ്മുടെ മെയിൻ ഫിഷിംഗ് സ്പോട്ടിലാണ്. നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. സാധനം കണ്ടല്ലോ, നമ്മുടെ ഇൻട്രോ വീഡിയോ കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും നമ്മൾ എന്നാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഓൺലൈനായിട്ട് ഒരു ബോട്ട് മേടിച്ചു കേട്ടോ. ഈ സാധനം ഇത് തോക്കൊന്നുമല്ല, ബോട്ടിന്റെ റിമോട്ടാണ് കേട്ടോ. ജോവിന്റെ മുഖം ഇപ്പൊ പോയാൽ കേട്ടോ, നൈസല്ലേ. അപ്പൊ നമ്മളിതേ ഇതേലൊരു ചൂണ്ട കെട്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ ഞാൻ പല വീഡിയോസ് ഇത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതാരും ചെയ്തിട്ടില്ല, ഇന്ത്യയിൽ ആരെങ്കിലും ചെയ്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും കേരളത്തിലെ ആദ്യത്തെ വീഡിയോ ആണ് കാണാൻ പോകുന്നത് കേട്ടോ. സക്സസ്ഫുൾ ആവാൻ നമുക്ക് ഒരു പിടിയില്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. എടുത്തം കിട്ടോ, മെഴുതം എടുത്തിട്ടോ. നൈസല്ലേ, അടിപൊളി. ജോബിന് തന്നെ ഓൺലൈൻ മേടിച്ചപ്പോൾ ജോബിനെ കളിയാക്കിയതാണ്. നിനക്ക് ഫോട്ടോ ഓടിച്ച് നടക്കാൻ നാണമില്ല നിനക്ക്. ഞാൻ ഇൻട്രോ എടുത്തിട്ട് എന്റെ അടുത്ത് ചോദിക്കാം, എന്റെ ആളെ ഒന്ന് ഓടിക്കാൻ തരാമോ? എടാ സാധനം എങ്ങനെയുണ്ട് അല്ലേ? നൈസ് അല്ലേ? ഒന്ന് പോക്കുണ്ടോ നൈസ്? ആഹാ, ജോൺ ബോട്ട് ആക്സിഡന്റ് ഉണ്ടാക്കി കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ഇതേലും ചൂണ്ട കെട്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ വിട്ടിട്ട് മീൻ കിട്ടോ ഇല്ലയോ നോക്കാൻ പോവാണ്. ഒരു മീൻ കിട്ടിയാൽ മതി ഗൈസ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ എന്തായാലും ചൂണ്ട കിട്ടുന്നത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ബോട്ടിന്റെ സ്പെക്കും അൺബോക്സിംഗ് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ട് വന്ന പാക്കേജ് കേട്ടോ. അത്യാവശ്യം വലിയ പാക്കേജ് ആണ്. ഞാനിത് ആക്ച്വലി ഒന്ന് ഓപ്പൺ ചെയ്തായിരുന്നു, അവരുടെ ഫ്രണ്ട് വെച്ചിട്ട് ഇതിനകത്ത് എല്ലാം ഉണ്ടോ എന്ന് അറിയണ്ട. അപ്പൊ ഇത് രണ്ടാമത്തെ ഓപ്പണിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ സൈഡിലോട്ട് വലിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. അപ്പോൾ ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു യൂസർ മാനുവലാണ്. ശരിക്കും പറയാൻ നമുക്കിതിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ പാക്കേജിനകത്ത് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ബോട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ചാർജർ, പിന്നെ ഇതിന്റെ റിമോട്ട് കൺട്രോൾ. അപ്പൊ ഈ ബോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്യുവൽ പ്രൊപ്പലറാണ്, 2 പ്രൊപ്പലർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡ് ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്പീഡ് പറയുന്നത് 20 km/h ആണ് സ്പീഡ് പറയുന്നത്. അതുപോലെ തന്നെ ഏകദേശം 30 മീറ്റർ ഇതിന് റേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിത് റീചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 2 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ സമയം എടുക്കും. ഡയറക്റ്റ് ഇത് USB-ലോട്ട് ഇത് ചെയ്യുക, നമ്മുടെ ഏതെങ്കിലും USB ചാർജറിലിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 20 തൊട്ട് 30 മിനിറ്റ് വരെയാണ് നമുക്ക് ഇതിനകത്ത് പ്ലേയിങ് ടൈം പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് റിമോട്ട്. ഇതാണ് ഇതിന്റെ റിമോട്ട്. പക്ഷെ റിമോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് 2 ബാറ്ററി ഇടണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇടേണ്ടത് 2 AA ബാറ്ററിയാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് 1.5 വോൾട്ടിന്റെ 2 AA ബാറ്ററിയാണ് ഇടുന്നത്. അത് അതിന്റെ പൊളാരിറ്റി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുക, എന്നിട്ട് നമ്മൾ ഇതിനെ അടച്ചു വെക്കുക. അപ്പോൾ ഒരു സ്ക്രൂ വെച്ച് ഒരു പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ സൈഡിലേക്ക് ആകുമ്പോഴേക്കും ഇത് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ വെറുതെ റിസ്ക് അല്ലേ, ബാറ്ററി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിന് ചിലപ്പോൾ സ്ക്രൂ ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും മാറ്റേണ്ട ആവശ്യമില്ല. റിമോട്ടിന്റെ ബാറ്ററി അത്യാവശ്യം ചാർജ് നിൽക്കുന്നതാണ്. ഇനി നമുക്കിതിനെ ഓൺ ആക്കാം. ഇതിനെ ഓൺ ആക്കി കഴിയുമ്പോഴേക്കും ഇവിടെ ലൈറ്റ് കത്തും. ബ്ലിങ്കിങ് LED വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ട് ഇപ്പോൾ വർക്കിംഗ് ആണ്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ബോട്ട് ഓൺ ആവുന്നില്ല. അത് ബോട്ടിന്റെ കംപ്ലൈന്റ് അല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനടിയിൽ ഒരു സെൻസർ ഉണ്ട്. അപ്പം ഇത് 2 ഷോർട്ട് ആയാൽ മാത്രമേ ഉള്ളൂ ബോട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മളിതിനെ ഫുള്ളായിട്ട് വെള്ളത്തിൽ ഇടുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാനായിട്ടാണെങ്കിൽ ഒരു ഡ്രോപ്പ് വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു ഡ്രോപ്പ് വെള്ളം അതിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പം നനഞ്ഞിരിക്കുവാണെങ്കിലും ഇതുണ്ട്. അപ്പം നനഞ്ഞിരിക്കുവാണെങ്കിലും വരും, പക്ഷേ വെള്ളം ഇല്ലെങ്കിൽ ഇത് വരത്തില്ല. ഓക്കെ, അപ്പം നമുക്കിത് നേരെ പോയിട്ട് ചൂണ്ട കെട്ടാൻ പോകണം കേട്ടോ. നമ്മളുണ്ടല്ലേ ചെറിയൊരു കൊളുത്ത്, പിന്നെ ഒരു പൊങ്ങ്. അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്ത് നമ്മൾ നമ്മുടെ ബോട്ടയിലോട്ട് കെട്ടാൻ പോവാണ്. ഓക്കെ, ഇതിലോട്ട് കെട്ടി. അപ്പോൾ ഇനി എന്തായാലും പ്രൊപ്പലറേ ഉടക്കത്തില്ല, അത്യാവശ്യം താഴ്ചയുണ്ട്. പെർഫെക്റ്റ്. ഇവിടെ ഒരു ചെറിയ ചെമ്മീൻ എടുത്തങ്ങ് ഓർക്കുക ഉണ്ടല്ലോ. ഇത് ഇനി നമുക്ക് ഇവനെ ഓടിച്ച് അപ്പുറം കൊണ്ടിടണം കേട്ടോ. കാണിച്ചില്ല, ബാ. എന്താണ്ട് മീനൊക്കെ ഇഷ്ടംപോലെ മറിയുന്നുണ്ട്. നമുക്ക് ഇതിനെ കൊണ്ടിടാം. അപ്പം നമ്മൾ നമ്മുടെ ബോട്ടിനെ നൈസായിട്ട്, ഇവിടെ വലിയ ചപ്പില്ല, ഇങ്ങോട്ട് വെക്കുക. അപ്പം നമ്മളിത് ഏകദേശം ഇത്ര ആഴമാണ് ഇട്ടിരിക്കുന്നത്, ഒരടി.
കല്ലടക്കൊക്കെ അത് മതി. ഓക്കെ, ഇപ്പം നൈസായിട്ട് ബോട്ടിനെടുത്ത് വെള്ളത്തിൽ ഇടുക. അതേ അവിടെ മീൻ വരുന്നുണ്ടോ? അവിടെ തന്നെ കൊണ്ടിടാം. ഓക്കെ, നൈസ്. ടെലി എടുത്തുണ്ടോ? ഇത് കിട്ടട്ടെ ടൈറ്റ്. ഇത് താറാവ് പോകുന്നത്. അയ്യോ, ഇത് നമ്മുടെ ചൂണ്ട എടുത്തിട്ട് താറാവ് കേട്ടോ. താറാവിന് ചേസ് ചെയ്യട്ടെ. പാൻ താറാവ് പേടിപ്പിക്കണേ, വേണ്ട പേടിപ്പിക്കണേ. പോട്ടെ, നൈസായിട്ട് നമ്മൾ ചൂണ്ട അവിടെ ഇട്ടിരിക്കുവാണ്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. താക്കുന്നില്ല. തീറ്റ ഉണ്ടോ നോട്ടെ. വെയിറ്റ് ഗൈസ്, നമുക്ക് തീറ്റ പുല്ലുടക്കി പുല്ലുടക്കി നല്ല കൊത്തായിരുന്നു. കിടുക്കാച്ചി കൊത്തേ. അത് എടുത്തു തന്നാടാ, അല്ലെങ്കിൽ തീറ്റ കൊണ്ടുപോയനെ. നമുക്ക് കുറച്ച് തീറ്റ വെച്ചാൽ മതി, കാരണം ഇവന്മാർ വിഴുങ്ങട്ടെ. നമ്മൾ ഇത്രയും തീറ്റ ഇട്ടുള്ളൂ, കാരണം ഇതാണ് നല്ലത്, അതാകുമ്പോൾ പെട്ടെന്ന് ഉടക്കും. നല്ലതായിട്ട് മറിയുന്നുണ്ട് എടാ. ഇങ്ങോട്ട് തിരിച്ചു നിർത്താം അല്ലേ? അതാകുമ്പം എളുപ്പമുണ്ട്. പൊങ്ങ് കാണാം നിനക്ക്? കിട്ടിയില്ലേ? തീറ്റ കൊണ്ടുപോയി നടത്തില്ലോ. കൊണ്ടുപോയി. എന്താണ്, നല്ല റിസൾട്ട് ഉണ്ട്, നല്ല കൊത്തുണ്ട്. ഒറ്റ മീൻ അത് മതി. ഒരു മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. ഞാൻ നല്ല എക്സ്പേർട്ട് ഡ്രൈവറാണ് കേട്ടോ ഇവരെ. ആദ്യമേ നമുക്ക് ഭയങ്കര പാടായിരുന്നു, പക്ഷേ എനിക്ക് എന്തായാലും കളിക്കാൻ നല്ല ഇഷ്ടമുണ്ട് ഇവിടെ. ഇടയ്ക്ക് മീൻ പിടിക്കാൻ കൊണ്ടുവരാം, ചുമ്മാ മീൻ പിടിച്ച് ബോറടിച്ച് ചെയ്യുമ്പോൾ ഇതെടുത്ത് കളിക്കാം. ഓക്കെ, എടുത്ത് എറിയുകയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ. ഗൈസ്, അപ്പം നമ്മുടെ ചൂണ്ടയിൽ എന്തോ കൊത്തുന്നുണ്ട് കേട്ടോ, എന്തോ ചെറുതായിട്ട് കൊത്തുന്നുണ്ട്. കല്ലടയാണ്. താത്തിയോടാ ഉണ്ടോടാ? ഉടക്കി മീനുണ്ടോ? ഗൈസ്, മീനുണ്ടെന്നോ? ഉടക്കി കേട്ടോ. അയ്യോ ഉടക്കി, പക്ഷെ വരുന്നില്ലല്ലോ. ഗൈസ്, ഉടക്കി, പക്ഷെ മീനുണ്ടെന്നോ തോന്നേ. പായലുടക്കിയതല്ലേ? അയ്യോ ബോട്ട് മുങ്ങി. ഗൈസ്, നമ്മുടെ ബോട്ട് മുങ്ങിയിരിക്കുകയാണ്. സോ റെസ്ക്യൂ നമ്മുടെ ബോട്ട് മുങ്ങി. ഇത് വാട്ടർ പ്രൂഫ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. സോ എന്താണേലും എനിക്ക് തോന്നുന്നു മീനുണ്ടെന്നാണ് കേട്ടോ. നമുക്കൊരു ഐഡിയ ഇല്ല. ഇവനെ പിടിച്ചാ പായലൊരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. യെസ്, തിരിച്ചിട് ബോട്ട് തിരിച്ചിട്. എന്തായാലും ഞാൻ അത് ഓടിച്ചെടുക്കത്തുള്ളൂ. എടാ, മീനുണ്ട് ഗൈസ്. ജോനെ, അയ്യോ, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ട് സക്സസ്ഫുൾ ആകുന്നത്. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരുന്നില്ല. എടാ, മീനിന്റെ ബലം കാരണം. എടാ, എന്നാ മീനാണിത്? കല്ലടാ. എടാ, എടുക്കലെന്ന് പറഞ്ഞ് മീൻ പോകും. അത് വേറെ ഉടക്കിയാലോ? എടുക്കട്ടെ അജമാരെ. പൊളി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടോ മീൻ കിട്ടുമെന്ന്. കല്ലട ആയതുകൊണ്ട് ഈ സാമാനം ബോട്ട് പോയെന്ന് ഓർത്ത്. ഇത് വാട്ടർ പ്രൂഫാണിത്. ഞാനിത് മീൻ കിട്ടും സത്യം പറയും ഒരിക്കലും വിചാരിച്ചില്ല. കല്ലട ആയതുകൊണ്ട് വിഴുങ്ങിയിട്ട് ഓടി കേട്ടോ. കറക്റ്റ് ഹുക്കപ്പാണ്. അയ്യോ, ഒരു കാര്യം കിട്ടുമെന്ന് പൊളിക്കുവാ. ഈ ബോട്ട് മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ ചാനലിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വെബ്സൈറ്റിലും ഉണ്ട്. 3000 രൂപ കേട്ടോ. ചുമ്മാ കളിക്കാനൊക്കെ മേടിക്കാം, നല്ല രസമാണ് കളിക്കാനായിട്ട്. ഈ കല്ലട എടുക്കണം, തിരിച്ചു വിട്ടേക്കാല്ലേ. ബാ. അപ്പോൾ എന്തായാലും നമ്മൾ പയ്യെ ഇവിടെ തിരിച്ചുവിടുകയാണ്. ചെറുതാണ്, പോയി വളർന്ന് വലുതായിട്ട് വരട്ടെ. താങ്ക് യു മുത്തേ, ഒരിക്കലും നിന്നെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ പയ്യെ റിലീസ് ചെയ്യാവേ. ജോന് വിടുവാണേ. പോയി ജീവിച്ചിട്ടാ. ജോബിന് എന്താണെങ്കിലും കാര്യമായിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ഇടുന്നുണ്ടല്ലോ. അവിടെ കൊണ്ടുപോകണോ? ഗൈസ്, ഇത് നമ്മുടെ സാധാരണ ചൂണ്ട വഴി നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ. വേണ്ട, നമുക്കിവിടെ നിന്ന് തന്നെ ഇപ്പം അവിടെ വേണമെങ്കിൽ അവിടെ ചൂണ്ടയിടാം.
ശരിക്കും പറഞ്ഞാൽ മലയാളികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ കേരളം, നമ്മുടെ നാട്, വീട് എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും നമുക്കൊരു പ്രത്യേക തരം അറ്റാച്ച്മെൻ്റ് ആണ്. നമ്മുടെ നാടിന് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് എല്ലാവരും വിളിച്ചപ്പോഴേക്കും ഞാനും ആദ്യം ആലോചിച്ചു എന്തുകൊണ്ടാണ് ഇതിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്നതെന്ന്, ഇവിടെ ഇതിന് മാത്രം എന്താണ് ഇരിക്കുന്നതെന്ന്. അതിൻ്റെ ഉത്തരം കിട്ടാനായിട്ട് 2 വർഷം ബാംഗ്ലൂർ നിന്ന് പഠിക്കേണ്ടി വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാടവും പുഴയും പുഞ്ചയും ആറും തോടും കണ്ടവും ഇതെല്ലാം തരുന്ന ഒരു സന്തോഷം ഈ ലോകത്തിൽ ഏത് പബ്ബിൽ ചെന്നാലും, ഏത് ഹൈഫൈ ഹോട്ടലിൽ ചെന്നാലും, ഏത് വലിയ സിറ്റിയിൽ ചെന്നാലും കിട്ടത്തില്ല. അതൊരു സത്യമാണ്. അപ്പം ഞങ്ങൾ എന്നാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു ചെറിയ ചലഞ്ച് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതാണ്. അതും ബോട്ട് വെച്ചിട്ടായിരിക്കും. അത് കുറച്ചും കൂടെ നമ്മൾ എക്സ്പെരിമെന്റലായിട്ട് ട്രൈ ചെയ്യും. അതിനു മുമ്പ് നമ്മുടെ ചലഞ്ച് പറഞ്ഞു തരാം. ജോബിനാണ് ചലഞ്ച് പറഞ്ഞത്. ചലഞ്ച് അവിടെ ഒരു കമ്പുണ്ട് ഒരു പാലത്തിന്റെ സൈഡിൽ, അപ്പുറം കിടക്കാം. ആ സാധനത്തിന് ഇടയിൽ കൂടെ ബോട്ടിന് അപ്പുറം കിടത്തുന്ന ആരാണ്? ഫസ്റ്റ് ജോബിന്റെ ട്രൈ ആണ്. ജോബ് ഒറ്റ ചാൻസ് ഉള്ളൂ, നിർത്താൻ പറ്റത്തില്ലേ? ഇതന്നെ ഓ ഗൈസ്, ജോബ് വളരെ സിമ്പിൾ ആയിട്ട് അപ്പുറം ഇപ്പുറം കൊണ്ടുവരണം. അപ്പുറം ഇപ്പുറം കൊണ്ടുവരണം. അവിടെ ഇടിച്ചു. അപ്പൊ നിനക്ക് പോയിന്റ് ഇങ്ങോട്ട് പിടിച്ചു. ഇതാണ് മുഖം കാണിച്ചു. എന്റെ മുഖം കാണിച്ചു, നിന്റെ മുഖം കാണിക്കും, വലിച്ചു നിൽക്കുന്ന മുഖം. ജോവിൻ തോറ്റിരിക്കുകയാണ് കേട്ടോ. നൈസ് മാൻ. വലിച്ച മുഖോ? അങ്ങനെ മുഖം ഉണ്ടോ? ബോട്ടിന് എടുക്കാൻ വേണ്ടി കമ്പ് എടുക്കാൻ പോയതാട്ടോ. നോക്കി കാല് കാണിച്ചെടുത്ത്. താൻ ചോദിച്ച വഴി താൻ തന്നെ. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ റിമോട്ട് കൺട്രോൾ ബോട്ടിന്റെ ഫിഷിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അല്ല, അതായത് ഇതുപോലത്തെ വീഡിയോസ്, ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് കേട്ടോ, ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഇനി വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ റിമോട്ട് കൺട്രോൾ ബോട്ടിനെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഹിറ്റാക്കി തരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇതുപോലത്തെ ഇച്ചിരി കൂടിയ സാധനം മേടിച്ച് നമ്മൾ കടലിൽ ട്രൈ ചെയ്യും. ബോട്ടിന്റെ ഹിറ്റ് ആയാൽ ഉടനെ ഹെലിക്കാൻ വെച്ചിട്ട് പശി പിടിക്കുന്നതായിരിക്കും നമ്മൾ അടുത്ത് ഇറക്കുന്നത്. അപ്പൊ അങ്ങനത്തെ വെറൈറ്റീസ് എന്തെങ്കിലും സാധനം നമ്മൾ ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ സെബിൻ ആൻഡ് ജോബിൻ.